അസ്സലാമു അലൈക്കും. വേദിയിലുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ മെമ്പർമാരായിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇതിൽ മുസ്ലിം ലീഗറിസം കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗർ അല്ലെങ്കിൽ മുസ്ലിം ലീഗറിസം എന്ന് പറയുന്ന ലഫ്ള് ഞാനിങ്ങനെ ഉപയോഗിക്കുമ്പോൾ പലരും ഒരു തമാശ എന്നോണം, കാരണം വേറെ ആരും കേരളത്തിലാരും മുസ്ലിം ലീഗർ എന്ന് സംസാരിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ ബാംഗ്ലൂർ ഖാദർമുദ്ദീൻ സാഹിബ് പറഞ്ഞു മുസ്ലിം ലീഗർ ഷുഡ് ബി എ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ്. അതുപോലെ ബനാത്വാല സാഹിബ് ഉപയോഗിക്കാറുണ്ട് മുസ്ലിം ലീഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലഫ്ള് ഉപയോഗത്തിലുള്ളതും പ്രചാരത്തിലുള്ളതുമാണ്, നമുക്ക് പരിചയം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു നോൺ അക്കാഡമിക് സ്വഭാവത്തിലുള്ള ഒരു പ്രസൻറ്റേഷനായിട്ടാണ് എന്നെ ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രസൻറ്റേഷൻ നടത്തിയ പരിചയമില്ല. അതുകൊണ്ട് ഇതൊരു അക്കാദമിക് പ്രസൻറ്റേഷൻ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സപ്ലിമെൻറ്റഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ആഗ്രഹമുള്ള അഭിവാജ്ഞയുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലക്കുള്ള ആ ഒരു എലമെൻ്റ് കൂടെ ഒന്ന് ഇംപേഴ്സണലൈസ് ചെയ്തിട്ട് ഒന്ന് റിഫൈൻ ചെയ്താൽ മാത്രമേ ഇതൊരു അക്കാദമിക് സ്വഭാവമുള്ള ഒരു ചർച്ചയായി മാറൂ. എന്നിരുന്നാലും മുസ്ലിം ലീഗറിസം എന്ന് പറയുന്നത് ദ വേ ഓഫ് തിങ്കിങ്, ദ വേ ഓഫ് ആക്ടിങ്, ദ വേ ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് ദറ്റ് ഓൾ മുസ്ലിം ലീഗേഴ്സ് ഡു. അത് ഹിസ്റ്റോറിക്കലി പല കാലഘട്ടത്തിൽ പലതരത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലൊക്കെ ആയിട്ട് ഇതിൽ ഡോണിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇന്ത്യയുടെ സബ് കോണ്ടിനെൻറ്റിൽ 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുതൽ, അല്ല അതിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന ചരിത്രപരമായ സംഭവ വികാസത്തിലൂടെ രൂപീകരിക്കപ്പെട്ട സംഘടനാ ശൈലിയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. അതിൽ ഇപ്പോൾ തന്നെ 50-ലധികം ഫാക്ഷൻസ് ഓഫ് മുസ്ലിം ലീഗ് പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫണ്ടമെൻ്റലായിട്ട് ഇതിലൊക്കെ അന്തർലീനമായി കിടക്കുന്ന 3-4 സ്വഭാവങ്ങളെയാണ് മുസ്ലിം ലീഗർ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗറിസം ഇറ്റ്സ് ഫ്രം എ ഹിസ്റ്ററി, ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ നിന്നാണ് ഇത് വരുന്നത്. And it's by a particular strata of people. ഒരു പ്രത്യേക തരം അല്ലെങ്കിൽ പ്രത്യേക ശ്രേണിയിലുള്ള ജനവിഭാഗങ്ങൾ ഒരു നേതൃത്വമാണ് ഇതിനെ ഉരുവപ്പെടുത്തിയെടുക്കുന്നത്. അത് ഈ മുസ്ലിം ലീഗർ എന്ന് പറയുന്ന ആശയത്തിൻ്റെ, ഞാനീ പറയുന്ന ഒരു 3-4 ട്രൈബ്സിൻ്റെ രൂപീകരണത്തിന് നിർണായകമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒന്നാമത് തന്നെ നമ്മൾ ഹിസ്റ്ററി ഓഫ് കൊളോണിയലിസം, ആ ഒരു പ്രത്യേക ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ അധികാര ശ്രേണിയിലുണ്ടായിരുന്ന മുഗൾ അടക്കമുള്ള പല അധികാര ശ്രേണിയിൽ, ഞാനിങ്ങനെ വളരെ ലളിതമായിട്ടങ്ങ് പറഞ്ഞു പോവാണ്. എൻ്റെ മുമ്പ് ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രൂപം കൈവന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അധികാര രൂപത്തിൽ ഉണ്ടായിരുന്ന സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ക്ഷയിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ശോഷിച്ചു തുടങ്ങുന്ന, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അധികാരവും അഭിമാനവും വിഭവവും ശോഷിച്ചു തുടങ്ങുന്നതിനെ ഭയന്നിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് മുസ്ലിംസാണ് ഈ ഒരു ആശയത്തിൻ്റെ തുടക്കക്കാർ. ഈ സെക്ഷൻ ഓഫ് മുസ്ലിംസിൽ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾ കൊളോണിയൽ പ്രോസിക്യൂഷനെയും അതുപോലെ അന്ന് രൂപപ്പെട്ടു വരുന്ന ദേശീയത, ഹിന്ദുത്വ, ആ പരിസരത്തിൽ നിന്ന് വരുന്ന റയറ്റ്സ്, മ്യൂട്ടനീസ്, ഇതിലൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, എ സെക്ഷൻ ഓഫ് മുസ്ലിംസ് ടുക്ക് അപ്പ് ദ ആംസ്, ഒരു ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു റെസിസ്റ്റൻസും റിബല്യനും ഒരുക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന, അപ്പോൾ ഇങ്ങനെ ആയുധവും റിബല്യനും രൂപപ്പെടുത്തിയപ്പോൾ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ടാർഗറ്റിംഗ് ആൻഡ് പ്രോസിക്യൂഷൻ ഗോട്ട് ഇൻറ്റൻസിഫൈഡ്. ആ ഒരു സാഹചര്യം കൂടി ഇതിനുണ്ട്. പിന്നെ നാഷണലിസം രൂപപ്പെടുന്നത്, അതിൽ ഒരുപാടധികം ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നതിന് ഒരുപാടധികം സങ്കല്പങ്ങളുണ്ട്. അതിൽ 1800-കളിൽ പശ്ചിമ ബംഗാളിലും അതേപോലെ ബോംബെ പ്രസിഡൻസിയിലൊക്കെ രൂപം കൊണ്ട ഈ സ്വദേശി പ്രസ്ഥാനം, അത് ഒരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ ഓഫ് കാസ്റ്റ് ഹിന്ദുസ് ആൻഡ് ജെയിൻസ്
അവരിൽ നിന്ന് രൂപം കൊണ്ടുവന്ന അവരുടെ സാംസ്കാരികമായ അടയാളപ്പെടുത്തലോടുകൂടെയുള്ള ദേശീയത, ആ ദേശീയ സംഘാടനം തന്നെ സാമുദായിക അന്തരീക്ഷം വഷളാക്കിയിട്ട് ഒരുപാട് റയറ്റ്സ് മുസ്ലിങ്ങൾ, അതിൽ തന്നെ റയറ്റ്സിൽ മുസ്ലിങ്ങൾ ഇരയാക്കപ്പെടുകയും മുസ്ലിം പക്ഷത്തിൽ നിന്ന് റിയാക്ഷണറി ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു പക്ഷേ നമ്മൾ പറയാമല്ലോ, ഇതിനോട് നമ്മളിപ്പോൾ കേട്ട് പരിശീലിച്ചിട്ട് ഇത്തരം ഒരു മുസ്ലിം സാഹചര്യങ്ങളോട് ഒരു സർ സയ്യിദൊക്കെ പ്രതികരിച്ച ഇങ്ങനെയൊന്നും ആവരുത് എന്നുള്ള ഒരു വേദനിക്കുന്ന ഹൃദയം എന്നൊക്കെ പറയാവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ചരിത്ര സാഹചര്യം കൂടി ഈ മുസ്ലിം ലീഗർ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘാടനത്തെയും ആ ആശയത്തെയും ചരിത്രപരമായി പിന്തുണക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയും അത് ഒരു അവസരത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി സഖ്യത്തിലേർപ്പെടുന്ന ഖിലാഫത്ത് മൂവ്മെൻറ്റുമായി സഖ്യത്തിലേർപ്പെടുകയും പിന്നീട് വളരെ അല്പായുസോടുകൂടെ ആ സഖ്യം അവസാനിക്കുകയും ചെയ്തൊരു സാഹചര്യം. ഇതും മുസ്ലിം ലീഗർ എന്ന് പറയുന്ന ആശയം, ഈ 3-4 ചരിത്രപരമായ കാരണങ്ങൾ മുസ്ലിം ലീഗർ എന്ന ആശയത്തെ അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ദേശീയതയും കൃത്യമായും ഒരു യൂണിഫിക്കേഷൻ ഓഫ് ഹിന്ദു ആയിട്ട് മുസ്ലിങ്ങൾ സ്വയം അടയാളപ്പെടുത്തി തുടങ്ങിയ ഒരവസ്ഥ, അതും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്. ഞാൻ ഈ പറഞ്ഞ പശ്ചാത്തലങ്ങൾ എണ്ണീട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു പ്രിസിഷനായിട്ട് ഈ പറഞ്ഞതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അക്കാദമിക് സ്വഭാവം ഇല്ലാത്തത്, ഇതിനൊക്കെ ഓരോന്നിനും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു എവിഡൻസ് ഞാൻ ഈ പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ്. പിന്നെ ഈ മുസ്ലിം ലീഗർ എന്ന് പറയുന്നതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു കൊഹറൻറ്റ്, ഒരു കൺസിസ്റ്റൻറ്റ് ഫാഷൻ ഓഫ് ഐഡിയാസ് ഇതിൽ ഒരിക്കലും രൂപപ്പെട്ട അല്ലെങ്കിൽ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ളതോ കാണാൻ പറ്റില്ല. ഈ പീർസാദ പബ്ലിഷ് ചെയ്ത പിന്നെ മുസ്ലിം ലീഗ് സെഷൻ്റെ പ്രമേയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ഉണ്ട്. അതാണ് പലപ്പോഴും അതിൻ്റെ വികസിത രൂപവും അതിൻ്റെ അബ്സ്ട്രാക്ട് രൂപങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഓരോ സെഷനും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കാൻ മനസ്സിലാവും ലീഗ് എത്രത്തോളം വളരെ ഫ്ലെക്സിബിൾ ആസ് എ ഡിബേറ്റ് സൊസൈറ്റി ബോഡി പോലെ ആയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഒരു സെഷനിൽ ഹസ്രത്ത് മൊഹാനി അധ്യക്ഷൻ വഹിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയവിശാലമായ ഒരു ആദർശ നിഷ്ഠയുള്ള ഒരു പ്രസിഡൻഷ്യൽ അഡ്രസ്സൊക്കെയും അതായിരിക്കും ആ സെഷനെ നിയന്ത്രിക്കുന്നുണ്ടാവുക. അടുത്ത കൊല്ലം വേറെ ആളാണ്. അത്തരം ഒരു കൊഹറൻറ്റ് ഫാഷൻ ഇല്ലാത്ത ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു സവിശേഷത മുസ്ലിം ലീഗർ എന്നതിനുണ്ട്. മാത്രമല്ല, ഇത് കൊളോണിയൽ സിറ്റുവേഷനിൽ ഒരു പൊളിറ്റിക്സ് ഓഫ് ഇമ്മീഡിയസിയാണ് മുസ്ലിം ലീഗർ ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരുന്നത്. അന്നു വരുന്ന ലോകയുദ്ധ സാഹചര്യം അല്ലെങ്കിൽ കൊളോണിയൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോർമേഷൻ, അവിടെ എന്ത് പറഞ്ഞാലാണ്, എന്ത് ആർഗ്യുമെൻ്റ് വെച്ചാലാണ് കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ട്, ആ ഒരു പൊളിറ്റിക്സ് ഓഫ് ഇമ്മീഡിയസി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഒരു കൊഹറൻറ്റ് ഒരു ഡോക്ട്രിനൽ അഡ്ഹറൻസ് ഉള്ള സ്വഭാവമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗർ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ എലമെൻ്ററി സ്വഭാവം ട്രേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഒരു പക്ഷേ വളരെ ദുർബലവുമായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, പക്ഷേ അടിസ്ഥാനപരമാണ്. ഇറ്റ്സ് ഫണ്ടമെൻ്റൽ. പിന്നെ മുസ്ലിം ലീഗർ എന്ന് പറയുന്ന പദം പ്രയോഗം വളരെ സാധൂകരിക്കപ്പെടുന്നതാണ്. കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലായാലും ചരിത്രപരമായി ആയാലും മുസ്ലിം ലീഗർ ആ ഒരു സോർട്ട് ഓഫ് ആശയധാര അതിന് മുമ്പുണ്ടായിട്ടില്ല. അതിന് ശേഷമാണ് അതിൻ്റെ പരിസരങ്ങളിൽ ചരിത്ര പരിസരങ്ങളിൽ ഉണ്ടായിരുന്നത് ഒന്നുകിൽ ജംഇയ്യത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അവാന്തര സമൂഹത്തിൻ്റെ അഞ്ചുമാനായിരിക്കും, അല്ലെങ്കിൽ അഞ്ചുമാനെ കാബ, അങ്ങനെ പ്രത്യേക ലക്ഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഊന്നിയിട്ടുള്ള. അപ്പം മുസ്ലിം ലീഗർ എന്ന് പറയുന്ന പദം സാധൂകരിക്കപ്പെടുന്നത് ഇറ്റ്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നതുകൊണ്ടാണ്. എന്തൊക്കെയാണ് മുസ്ലിം ലീഗർ എന്ന് പറയുന്ന സാധനം ഓഫർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് സജസ്റ്റ് കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി, ഒരു പൊതു മുസ്ലിം സ്വത്വം ഇത് നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം ലീഗൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ കോൺഗ്രസ്സിൽ നമ്മളെ ബദറുദ്ദീൻ തയ്യബ്ജി, അതുപോലെ അതിനൊക്കെ മുമ്പേ ഉള്ള ഒരു ജനറേഷൻ ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം പോലെയുള്ള ആൾക്കാർ ബോംബെ പ്രസിഡൻസിയിലാണ് ഒരു പ്രാതിനിധ്യം എന്നുള്ള അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും അദ്ദേഹത്തിൻ്റെതായ കുറച്ച് ഇപ്പം നമ്മളെ കായികമില്ലത്ത് ഒരു മർച്ചൻ്റ് അസോസിയേഷൻ്റെ സംഘാടകനായിരുന്നു. അതുപോലെ ഉലമ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അതേപോലെയുള്ള
ഒരു അഞ്ചുമാനുകൾ എന്നാണ് പൊതുവെ ഉപയോഗിക്കാവുന്ന ലഫ്ലുകൾ. അഞ്ചുമാനുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബൊഹ്റ ഷിയ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പഠാൻ വിഭാഗത്തിൻ്റെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഘടനകളല്ലാതെ വേറൊരു പൊതു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു പൊതു മുസ്ലിം സ്വത്വം സജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ ഒരു പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ രൂപമാണ്. അപ്പോൾ അത് ഒരു ബേസിക് ഫണ്ടമെൻ്റൽ മുസ്ലിം ലീഗൽ ട്രൈറ്റായിട്ട് നമുക്ക് അത് ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അത് വളരെ എളുപ്പമാണ് ഇവോൾവ് ചെയ്യാൻ. കാരണം നമ്മൾ ബൈ ഫെയ്ത്ത്, നമ്മൾ സാംസ്കാരികം, നമ്മൾ ഡെയിലി ലൈഫ് അഫയേഴ്സിൽ നമ്മൾ ഒരുപാട് ഡൈവേഴ്സിഫൈ എന്താ പറയുക വ്യത്യാസങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ബൈ ഫെയ്ത്ത്, ഇസ്ലാം സെമിറ്റിക് ഫെയ്ത്തിന് എല്ലാത്തിലും ഉള്ള, എന്നാൽ ഇസ്ലാമിന് പൊതുവിലായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. നമുക്ക് വളരെ എളുപ്പം ഒരു മുസ്ലിം എന്ന് പറയുന്ന സ്വത്വത്തെ സങ്കല്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അത് ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, അതേ സമയത്തിൽ തന്നെയാണ് ചരിത്രപരമായിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപീകരിക്കുന്നത്. അത് ബ്രാഹ്മണിസം, ഹിന്ദുത്വം എന്നൊരു പ്രൊജക്റ്റ് രൂപീകരിച്ച് ദേശീയതയോടൊപ്പം അതിൻ്റെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾ നടത്തി വളരെ ബന്ധപ്പെട്ട് രൂപീകരിക്കുകയായിരുന്നു ഹിന്ദു എന്നൊരു സങ്കല്പം. അതിപ്പോഴും അണ്ടർ പ്രോസസ്സായിട്ടുള്ള, ഇപ്പം ഹിന്ദുവൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നാൽ ഉള്ളൊരു പ്രധാന സംഭവം വെച്ചാൽ ലെഫ്റ്റ് ബേസ് കൃത്യമായിട്ട് ഹിന്ദുവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ഫെയ്ത്ത്, അത് സെമിറ്റിക് മതങ്ങളെ പോലെ അതൊരു ഇങ്ങനെയുള്ള റെയിഫിക്കേഷൻ പ്രോസസ്സ് ആവശ്യമില്ലാത്ത, അടിസ്ഥാനപരമായിട്ട് കുറേ സങ്കല്പങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് പിന്നെ സെക്ടേറിയൻ ഡിവിഷൻസ് വന്ന മതമായതുകൊണ്ട് ഇത്തരത്തിലൊരു സങ്കല്പം രൂപീകരിക്കുക, ഒരു പൊതു മുസ്ലിം സ്വത്വം ഐഡൻറ്റിഫൈ ചെയ്യൽ ബുദ്ധിമുട്ടില്ലാത്ത, ഇനി ഈ പൊതു മുസ്ലിം സ്വത്വം രൂപീകരിക്കാനുള്ള ചരിത്രപരമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണലിസം. ഇപ്പോൾ ശബനം തേജാനി ഇന്ത്യയിൽ നാഷണലിസം, സെക്യുലറിസം എങ്ങനെയാണ് രൂപപ്പെടുന്നതിൽ ഒരു ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നാഷണലിസവും പാട്രിയോട്ടിസവും തുടങ്ങിയ സങ്കല്പങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെടുന്നത് കാസ്റ്റ് ഹിന്ദു ജെയിൻ, ഞാൻ മുമ്പ് പറഞ്ഞ കാസ്റ്റ് ഹിന്ദു ജെയിൻ മൂവ്മെൻറ്റുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, അഥവാ അതുവരെ പിന്തുണച്ചിരുന്ന കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊരു സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ രൂപപ്പെട്ടതുകൊണ്ട് സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നെറേറ്റീവ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആൻറ്റി കൊളോണിയലായിട്ടുള്ള ഒരു സ്വദേശി പ്രസ്ഥാനമാണ് രൂപീകരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധിനിവേശം ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് വിമോചനം നേടാൻ ഇതേപോലെ തന്നെ ഒരു കാലത്ത് അധിനിവേശം ചെയ്തവരാണ് മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെ അവർ ദ ഐഡിയ ഓഫ് ബീങ് ഇന്ത്യൻ എന്ന് പറയുന്ന, ഐഡിയ ഓഫ് ബീങ് പാട്രിയോട്ടിക് എന്ന് പറയുന്നതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ അലീനേറ്റ് ചെയ്യുന്ന ഒരു നെറേറ്റീവായിരുന്നു സ്വദേശി പ്രസ്ഥാനം ഓഫർ ചെയ്തിരുന്നത്. അതിൽ അവർ ബോംബെ പ്രസിഡൻസിലൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു റീകാസ്റ്റഡ് വേർഷൻ ഓഫ് ശിവാജി ആസ് എ ട്രൂ പാട്രിയറ്റ്, ആസ് എ സിംബൽ ഓഫ് ഗോൾഡൻ ഏജ് ഓഫ് ഹിന്ദുയിസം, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസും ഹിന്ദു മഹാസഭയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മുസ്ലിം എന്ന് പറയുന്ന സ്വത്വത്തെ അലീനേറ്റ് ചെയ്തു. അപ്പോൾ ഈ സെൻസ് ഓഫ് അലീനേഷൻ അവാന്തര വിഭാഗങ്ങൾ, ഒരു ബ്രോഡ് ബേസ്ഡ് മുസ്ലിം കോർപ്പറേറ്റ് സ്വത്വം രൂപീകരിക്കാനുള്ള ചരിത്ര പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ വയലൻസ് സ്വത്വമുണ്ടാക്കാൻ പറ്റിയ ഒരു പ്രതിഭാസമാണെന്ന് ലോക സോഷ്യൽ സയൻസ് അംഗീകരിച്ചതാണ്. ഒരു ഇൻറ്റൻസ് പെർസിക്യൂഷൻ അല്ലെങ്കിൽ വയലൻസ് ഇരയാവുമ്പോൾ സെൻസ് ഓഫ് അഫിനിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സ്വത്വ രൂപീകരണത്തിന് അത് രണ്ട് തരത്തിലുള്ള കൊളോണിയൽ പെർസിക്യൂഷനും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലുള്ള റൈറ്റ്സും വയലൻസ് അതിൻ്റെ ഇരകളാവുന്നതിൽ അതും ഒരു ചരിത്ര പശ്ചാത്തലമാണ്. പിന്നെ ഈ ഒരു മുസ്ലിം പതിതാവസ്ഥയെക്കുറിച്ച് അന്ന് രൂപീകരിക്കപ്പെട്ട എല്ലാ സാംസ്കാരിക രൂപീകരണങ്ങളും, അത് റൊമാൻറ്റിക് ഉറുദു പോയറ്റ്സ് ആയാലും, ഉറുദു നാഷണലിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇഷ്ട ഗവേഷണ വിഷയമാണ്. ഉറുദു നാഷണലിസം, റൊമാൻറ്റിക് പോയംസ് ആൻഡ് ഫിലോസഫൈസേഷൻ, അതും വളരെ ജനകീയ സ്വീകാര്യം നേടിയ, അതും ഇതിനൊരു ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പൊളിറ്റിക്കൽ ഫോർമാറ്റുള്ള ഘടകം എന്ന് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെൻ്റാണ്. മുസ്ലിം ലീഗ് ചരിത്രപരമായി രൂപപ്പെട്ടു. അതിന് ഉടനെ തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധം. അതിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ച് ശബനം തേജാനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നാഷണലിസം എന്ന് പറയുന്ന പ്രൊജക്റ്റ്
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റികളുടെ അലയൻസ് ആയിട്ട് സങ്കല്പിക്കപ്പെട്ടിരുന്നെങ്കിൽ, എപ്പോഴെങ്കിലും നാഷണലിസം എന്ന് പറയുന്ന ആ പ്രൊജക്റ്റിൽ മുസ്ലിങ്ങൾക്ക് ഇടം ലഭിച്ചിരുന്നെങ്കിൽ ആ ഒരു ചരിത്രപരമായ ബ്രീഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് കോൺഗ്രസ് സഖ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അന്ന് ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളിലും പള്ളികൾക്കും പരിസരത്തും ഒക്കെ ഹിന്ദുക്കളും ഹിന്ദു മുസ്ലിം ബായ് ബായ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്ന, അതേസമയം അന്ന് ചരിത്രപരമായി മാപ്പിള കലാപം ഉണ്ടായി. അത് ഭയങ്കര ദേശീയ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതിൻ്റെ പുറമെ ഈ ആര്യ സമാജ് ഗർവാപസി അഥവാ ശുദ്ധി കലശം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടീസസും കുറച്ച് റിച്വൽസും കൊണ്ടുവന്നു. അതുപോലെ സിന്ധ് പ്രൊവിൻസ് ബോംബെ പ്രസിഡൻസിയിൽ നിന്ന്, സിന്ധ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ബോംബെ പ്രസിഡൻസിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ പ്രൊവിൻസ് അത്തരം രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട്, അതോടൊപ്പം തന്നെ ഈ അബുൽ കലാം ആസാദ് ഉത്തരേന്ത്യയിലെ പിന്നെ മറ്റേ ഫിരങ്കി മഹൽ ആ ഒരു സെമിനാരിയുടെ അബ്ദുൽ ബാരി ആ പണ്ഡിതൻ ഇന്ത്യ ദാറുൽ ഹർബാണ്, നമ്മൾ അഫ്ഗാൻ പ്രൊവിൻസിലേക്ക് കുടിയേറണം എന്ന് പറഞ്ഞ ഫത്വ ഒക്കെ പുറപ്പെടുവിച്ചു. അത്തരം ടെർബുലൻസ് സാഹചര്യം ഈ അലയൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ തന്നെ ഒരു കാസ്റ്റ് ഹിന്ദു സവർണ ഹിന്ദു പാർട്ടി ആ കോൺഗ്രസ്സിൽ ഇനിയൊരു പ്ലേസ് മുസ്ലിമിനില്ല, കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ദേശീയതയിലും പ്ലേസ് മുസ്ലിമിനില്ല എന്ന് പറയുന്ന എന്നൊരു സാഹചര്യം, ഇതും ഒരു കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി രൂപീകരിക്കാൻ സഹായമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊളോണിയൽ ടെർമിനോളജി ബാക്കി ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ കാസ്റ്റ് ഡിഫറൻഷിയേഷൻ പരിഗണിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളായിട്ട് തന്നെ ഒരു സിംഗിൾ ബ്ലോക്ക് മോണോലിത്തിക് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു പരിഗണിച്ചത്. ഈ ടെർമിനോളജി കാരണം ഇന്ത്യയിൽ കാസ്റ്റ് കോൺഷ്യസ്നസ് എവിടെ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഒരു കൺവെൻഷണൽ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ 1905 സെൻസസ് ആണ്. അതുവരെ ബ്രാഹ്മണന്മാർ ഞങ്ങൾ മൈനോറിറ്റി ആണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരുപാടധികം പ്രോബ്ലമാറ്റൈസ് ചെയ്യപ്പെട്ട, ഞാൻ പറഞ്ഞത് ആ കൊളോണിയൽ ടെർമിനോളജിക്ക് അത്ര പ്രാധാന്യമുണ്ട് എന്നതാണ്. അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുകയും ഭരണാധികാരികൾ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ സ്ട്രൈക്കിംഗ്ലി മോഡേൺ. ഇത് മോഡേൺ ആണ്, ഒരു മോഡേൺ സങ്കല്പം കാറ്റഗറി ആയിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ ചരിത്ര സാഹചര്യത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു സങ്കല്പമായിട്ടാണ്, അങ്ങനെയാണ് കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി മുസ്ലിം ലീഗർ സജസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് സ്ട്രെസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻക്ലൂസിവിറ്റി. അത് പിന്നീട് മുസ്ലിം ലീഗിൻ്റെ ഷിയ ഇസ്മായിലി അല്ലെങ്കിൽ ബൊഹ്റ ഷിയ, അത്തരം നമ്മുടെ ഇതിൻ്റെ ഒരു തിയോളജിക്കൽ വശം ഉൾക്കൊള്ളാത്ത തരത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. ഇൻക്ലൂസിവിറ്റിയെ സ്ട്രെസ് ചെയ്തിട്ടുള്ള മോഡേൺ പൊളിറ്റിക്കൽ റിക്വയർമെൻറ്റിന് വേണ്ടി രൂപപ്പെടുന്ന തരത്തിലാണ് കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി അന്ന് സജസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് ഒരർത്ഥത്തിൽ വീക്കെൻഡാണ്. ഇതൊരു രാഷ്ട്രീയ സങ്കല്പം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു തിയോളജിയോ അല്ലെങ്കിൽ ഒരു അഖീദയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു മുസ്ലിം സ്വത്വത്തിൻ്റെ ആ ഒരു തീവ്രതയും ശക്തിയും അഫിനിറ്റിയൊന്നും കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റിക്ക് ഉണ്ടാവില്ല. ഈ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി മുസ്ലിം ലീഗർ അങ്ങനെ സജസ്റ്റ് ചെയ്ത കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി, മുസ്ലിം ലീഗർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. അപ്പോൾ ഇറ്റ്സ് ബീൻ സപ്പോർട്ടഡ് ബൈ ഫെയ്ത്ത് ഇമാജിനേഷൻസ്. ഈ ഫെയ്ത്ത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അക്കാദമിക് കൺസെപ്റ്റ് ഒന്നുമല്ല, ഞാനൊരു ലഫ്ല് ഉപയോഗിച്ചിരുന്നുള്ളൂ. ഫെയ്ത്ത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയോളജി അല്ലെങ്കിൽ വിശ്വാസശാസ്ത്രപരമായ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതപരമായ സങ്കല്പങ്ങളുടെ അത്ര ഒരു സ്ട്രക്ചർ സെൻസിലുള്ള സാധനമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൺസെപ്റ്റോ അല്ല ഫെയ്ത്ത് ഇമാജിനേഷൻ. ബട്ട് ഫെയ്ത്ത് ഇമാജിനേഷൻ ഈസ് സംതിങ് ദറ്റ് മേക്സ് മീ ആൻഡ് എ ഡിസ്റ്റൻറ്റ് കശ്മീരി അഹമ്മദി മുസ്ലിം അഫിലിയേറ്റഡ്. വാട്ട് മേക്സ് മീ ബാങ്ക്, റസൂലുള്ളാഹിയെ കുറിച്ചുള്ള ചരിത്രം, അല്ലെങ്കിൽ കാബ, അല്ലെങ്കിൽ നിസ്കാരം, ഇത്തരം എല്ലാ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ആൾക്കാർക്കും സ്വീകാര്യമായ തരത്തിലുള്ള, നമ്മൾ ഉടനെ കണ്ടാൽ ഒരു മുസ്ലിമിനെ കണ്ടാൽ പങ്കുവെക്കുന്ന ഇമാജിനേഷൻ, ദൈനംദിന ആചാരപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ അല്ലെങ്കിൽ ഇമാജിനേഷൻ സംബന്ധിയായിട്ടുള്ള സങ്കല്പങ്ങളാണ്.
അപ്പോൾ മുസ്ലിങ്ങൾ തുടങ്ങുന്ന എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സംരംഭങ്ങൾക്കും ഇതിൻ്റെ സപ്പോർട്ട് അത് ഡെലിബറേറ്റ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഉണ്ടാവും. സോ മുസ്ലിം കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി ഈസ് ബീൻ സപ്പോർട്ടഡ് ബൈ ഫെയ്ത്ത് ഇമാജിനേഷൻ. ഈ ഫെയ്ത്ത് ഇപ്പം ജലീൽക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന നമ്മുടെ സാക്രഡ് ക്യാപിറ്റൽ, ഇത് ഫെയ്ത്ത് ഇമാജിനേഷൻ്റെ സപ്പോർട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയം അല്ലെങ്കിൽ മുസ്ലിം സ്വത്വം അതിനെ എത്രത്തോളം ജനകീയവൽക്കരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കാരണം ഒരു പക്ഷേ അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ തലശ്ശേരി മുസ്ലിം കൗൺസിൽ ആ ഒരു വിധാനത്തിൽ ഉണ്ടായിരിക്കേണ്ട മുസ്ലിങ്ങളെ അവരിലേക്ക് പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ പൂക്കോയ തങ്ങൾ പോലെയുള്ള ജനസ്വാധീനമുള്ള ജനസ്വീകാര്യതയുള്ള ആ ഒരു സാക്രഡ് ക്യാപിറ്റൽ അതുമായി അസോസിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഇതൊരു ജനകീയവൽക്കരണം നടക്കുന്നത്. ഇത് മുസ്ലിങ്ങളുടെ ഫെയ്ത്ത് ഇമാജിനേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതുവഴി പിന്തുണക്കപ്പെടുന്ന ഒരു അപ്പോൾ ഫെയ്ത്ത് ഇമാജിനേഷന ഇത് പറയാൻ കാരണം ഫെയ്ത്ത് ഇമാജിനേഷനെ മുസ്ലിം ലീഗേഴ്സ് എല്ലാ കാലത്തും ഒരു ലെജിറ്റ് അഥവാ സ്വീകാര്യമായ ഒരു മാർഗമായിട്ട് അനുവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്ട് എല്ലാ ഇതിൽ വളരെ റാഡിക്കൽ സോഷ്യലിസ്റ്റ് ലീനിങ് ഉള്ള മുസ്ലിം ലീഗർ അവാന്തര മുസ്ലിം ലീഗ് സെക്ഷൻസ് അല്ലാതെ ബാക്കി എല്ലാ ആൾക്കാരും അപ്പോൾ ഇഡിയംസ് ഓഫ് ഹോളി, ഇഡിയംസ് ഓഫ് ഖിലാഫ, ഇഡിയംസ് ഓഫ് ഉമ്മ അതൊക്കെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഇറ്റ്സ് ബീൻ സപ്പോർട്ടഡ് ബൈ ഫെയ്ത്ത് ഇമാജിനേഷൻ. ഈ ഫെയ്ത്ത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊരു കാരണം ഹിന്ദുവൈസേഷൻ പ്രോസസ്സ് ബാക്കി അപ്പോൾ കാസ്റ്റ് ഹിന്ദുവൈസേഷൻ പ്രോസസ്സ് ഹിന്ദു എന്ന ഫോൾഡ് ബാക്കിയുള്ള ജാതികളെ ഉൾപ്പെടുത്തിയിട്ട് വിശാലമാക്കുന്ന ഒരു പ്രോസസ്സ് അത് രാഷ്ട്രീയ പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. അതിൽ ഗാന്ധിയും റിഫോർമേഷൻ റിവൈവലിസ്റ്റ് മൂവ്മെൻ്റൊക്കെ വളരെ പണിപ്പെട്ട് നടത്തിയ ഒരു മൂവ്മെൻ്റാണത്. അത് ഗണപതി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഗോരക്ഷ അല്ലെങ്കിൽ അത്തരം സങ്കല്പങ്ങൾ കൾച്ചറൽ ഇന്നവേഷൻസ് നടത്തിയതിന് ശേഷം അഥവാ എല്ലാ ഇന്ത്യൻ ജാതിയിലുള്ള ആൾക്കാർക്കും ഉൾക്കൊള്ളാവുന്ന അത്തരം കൾച്ചറൽ ഇന്നവേഷൻസ് ഒരു കറപ്റ്റിംഗ് പ്രാക്ടീസ് എന്ന നിലയ്ക്ക് കൾച്ചറൽ ഇന്നവേഷൻ നടത്തിയതിന് ശേഷമാണ് ഹിന്ദുവൈസേഷൻ പ്രോസസ് നടക്കുന്നത്. ഇത് ഫെയ്ത്ത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന വിശ്വാസികളായ ഓരോ മുസ്ലിമിനും അല്ലെങ്കിൽ ആ സ്വത്വ സംബന്ധിയായ അനുഭവമുള്ള സാമൂഹിക പരിസരമുള്ള ഓരോ മുസ്ലിമിനും സ്വതസിദ്ധമായി ലഭിക്കുന്ന അഥവാ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഒരു പുതുതായി ഒന്നും ഇന്നോവേറ്റ് ചെയ്യേണ്ടാത്ത തരത്തിൽ സുലഭമായിട്ടുള്ള സിംബൽസ് ആൻഡ് റെട്ടറിക്സ് ഓഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫെയ്ത്ത് ഇമാജിനേഷൻ. സോ ഫെയ്ത്ത് ഇമാജിനേഷൻ ആസ് എ ലെജിറ്റ് തിങ്, പൊളിറ്റിക്കൽ ഫിനോമിനൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മീഡിയം ആയിട്ട് മുസ്ലിം ലീഗർ അംഗീകരിക്കുന്നത് ഒരു മുസ്ലിം ലീഗർ ട്രേറ്റായിട്ട് നമുക്ക് വേണം. പിന്നെ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഖിലാഫത്ത് കോൺഗ്രസ് ബ്രേക്ക്. അതിൽ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ സാമുദായികപരമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ബ്രേക്കിംഗ് പോയിൻ്റായിട്ട് കാണാം. അതിനുശേഷം കോൺഗ്രസിനെ ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു വലിയ കരിസ്മ ഓഫ് ലീഡർഷിപ്പ് കോൺഗ്രസിൽ നിന്ന് ഡിലൂഷൻ ഉണ്ടായി. മുഹമ്മദ് അലി ജോഹർ അടക്കമുള്ള ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് ഡിലൂഷൻ ഉണ്ടാവുന്ന അഥവാ മുസ്ലിങ്ങളുടെ സ്വയം സംഘടിക്കണം എന്ന് പറയുന്ന ആശയം ദൃഢീകരിക്കപ്പെടുന്ന ഒരു ചരിത്ര സാഹചര്യമാണത്. ഈ ചരിത്ര സാഹചര്യത്തിൽ തന്നെയാണ് ഈ 1906, 1910, 20 ആ ചരിത്ര സാഹചര്യങ്ങളാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. മുസ്ലിം ലീഗ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ഡെപ്യൂട്ടേഷൻ വഴിയും എൻഗേജ്മെൻറ്റ് വഴിയും താരതമ്യേന മുസ്ലിങ്ങൾക്ക് അനുകൂലമായ തരത്തിലുള്ള കൊളോണിയൽ റിഫോർമേഷൻ അതുപോലെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാനും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു 4-5 വർഷം മാത്രം പഴക്കം ഉണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടേഷൻ നിവേദന സംഘരൂപത്തിലുള്ള ആ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് അഥവാ സ്വയം സംഘാടനം സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. പിന്നീട് ചരിത്രപരമായി ഇഖ്ബാൽ എന്ന് പറയുന്ന കരിസ്മയും ആ ഒരു ഫിലോസഫൈസേഷൻ മുഹമ്മദ് അലി ജോഹർ ഹസ്രത്ത് മൊഹാനി ഇതിൻ്റെ പല അവസരങ്ങളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ജിന്നെ പോലെയുള്ള നായകത്വം വഹിക്കാവുന്ന ആൾക്കാർ ഇതിൻ്റെ ഭാഗമാവുന്നതോടുകൂടെ മുസ്ലിം സ്വയം സംഘാടനം പിന്നീട് മുസ്ലിം ലീഗ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ ആസ് എ സോൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മുസ്ലിംസ് അഥവാ മുസ്ലിം സ്വയം സംഘാടനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ട്രൈറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ നാലാമതുള്ളൊരു സാധനമാണ് ഈ ഫെയ്ത്ത് ഇമാജിനേഷൻ അതുപോലെ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി ഒക്കെ രൂപീകരിക്കുന്ന അവസരത്തിൽ
ആ ചരിത്ര സാഹചര്യത്തിൽ റിഫോർമേഷൻ ആൻഡ് മോഡേണൈസിങ് പ്രൊജക്റ്റ്, ഈ റിഫോർമേഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഒരു കൺസെപ്റ്റ് ലെവൽ എന്താ റിഫോർമേഷൻ എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റിഫോർമേഷൻ നിലവിലുള്ള സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ കൃത്രിമമായി കറപ്റ്റ് ചെയ്ത് ഒരു കറപ്റ്റിംഗ് പ്രോസസ്സായിട്ട് റിഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു അതോറിറ്റി, ഒരു സ്വീകാര്യമുള്ള ഒരു അതോറിറ്റി, നിങ്ങൾ യു ഷുഡ് നോട്ട് ബി എനിമോർ ലൈക്ക് ദിസ് ദ വേ യു ഡിഡ് എന്ന് അവരിൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒന്നുകിൽ ചരിത്രപരമായ റിവൈവലിസം ആയിരിക്കും, അല്ലെങ്കിൽ മോഡേണൈസേഷൻ ആയിരിക്കും. ഇത്തരത്തിൽ ഒരു കറപ്റ്റിംഗ് പ്രാക്ടീസാണ് റിഫോർമേഷൻ. ഈ റിഫോർമേഷൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക്, ഇതിപ്പം മതപരമായാലും സോഷ്യലായാലും, റിഫോർമേഷൻ ഓൾവേസ് റിക്വയർഡ് എ സ്റ്റാൻഡേർഡ്. അതിപ്പം മതപരമായ റിഫോർമേഷൻ സ്റ്റാൻഡേർഡ് റിലീജിയസ് കൺസെപ്റ്റ്സ്, സോഷ്യൽ റിഫോർമേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സോഷ്യൽ കൺസെപ്റ്റ്, അത് ആവശ്യമാണ്. പക്ഷേ കൾച്ചറലി ഫെയ്ത്ത് റിലീജിയസ് ആസ്പെക്റ്റ് പരിശോധിച്ച് നോക്കിയാൽ ഈ ഇൻക്ലൂസിവിറ്റിയെ സ്ട്രെസ് ചെയ്യുന്ന കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി സജസ്റ്റ് ചെയ്യുന്ന മുസ്ലിം ലീഗർക്ക് എല്ലാ ആൾക്കാരെയും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഐഡിയ ഓഫർ ചെയ്യാനുള്ള ഒരു ഇംപ്രാക്ടിക്കാലിറ്റി ഉണ്ട്. ഈ റിഫോർമേഷൻ എന്നെക്കുറിച്ചുള്ള മുസ്ലിം ലീഗിൽട്രായിട്ട് പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിവൈവലിസത്തിൻ്റെ ഒരു ഹിന്ദുവൈസേഷൻ്റെ ഒരു പീരീഡായിരുന്നെന്ന്. അപ്പോൾ ചരിത്രപരമായി ഒരു കമ്മ്യൂണിറ്റിയെ ഒരുമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയെ മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അവരുടെ ഭാസുരമായ, അവരുടെ മതപരമായ അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ സങ്കല്പത്തിൽ ഒരു ഭാസുരമായ ഒരു മില്ലനേറിയൽ ഭാവിയെക്കുറിച്ച് അവരെ മോഹിപ്പിക്കുക, അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു ഗോൾഡൻ ഏജിനെക്കുറിച്ച്, ഒരു ഉട്ടോപ്പിയെക്കുറിച്ച് അവരെ സ്വാധീനിക്കുക. ആ ഒരു സങ്കല്പം വെച്ചിട്ട് ഒരു റിഫോർമേഷൻ അജണ്ട പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഈസി വേ ഓഫ് മൊബിലൈസേഷൻ. പക്ഷേ വളരെ റൊമാൻറ്റിക്, വളരെ പെരിഫറലായ രീതിയിൽ റെട്ടറിക് വിധാനത്തിലല്ലാതെ, ഇപ്പോൾ ഇക്ബാലിൻ്റെ കവിതകളിൽ ഷിക്വ അല്ലെങ്കിൽ ജവാബ് അത്തരം സംഭവങ്ങളിലല്ലാതെ ഒരു സോളിഡ് റിഫോർമേഷൻ അജണ്ട മുസ്ലിം ലീഗ് സജസ്റ്റ് ചെയ്യുന്നില്ല. മുസ്ലിം ലീഗറിസത്തിൽ സജസ്റ്റ് ചെയ്യാനാവില്ല. അത് ഈ ഒരു ഇൻക്ലൂസിവിറ്റിയും ഒരു മിനിമലിസ്റ്റ് കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി സജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഐഡൻറ്റിറ്റി ഇറ്റ്സ് വീക്കെൻഡ്. ഇത്തരം സംഭവങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പ്, ഈ കമ്മ്യൂണിറ്റിയുടെ കരിസ്മാറ്റിക് ആയ ലീഡർഷിപ്പ്, അജൻഡാസ് ഓഫ് എഡ്യൂക്കേഷനിസം, ഒരു മോഡേണൈസ്ഡ് ഇൻ്റലിജൻസിയ, അല്ലെങ്കിൽ അക്കാലത്ത് ആ കമ്മ്യൂണിറ്റിയിലുള്ള റിഫോമറായിട്ട്, ഇപ്പോൾ മുഹമ്മദ് അലി ജോഹർ അടക്കമുള്ള എല്ലാ ആൾക്കാരും റിഫോമേഴ്സായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, മോഡേണൈസ്ഡ് ഇൻ്റലിജൻസിയ താരതമ്യേന ട്രഡീഷണലായിട്ടുള്ള ഒരു മാസിന ലീഡർഷിപ്പിലേക്ക് ഈ ആധുനീകരണ അഭിവാഞ്ചയുള്ള ലീഡർഷിപ്പായിരുന്നു നയിച്ചിരുന്നത്. ഇപ്പോൾ എപ്പോഴും ജിന്നയെക്കുറിച്ച് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള യാതൊരു ആകർഷണവും പരമ്പരാഗത സമൂഹത്തിന് ഓഫർ ചെയ്യാത്ത ഒരു ലീഡറാണ് വളരെ 30കളിലും 40കളിലും വളരെ കൃത്യമായിട്ട് മുസ്ലിം പോപ്പുലേഷനെ നയിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് നേതൃപരമായ സംഭവങ്ങളിലും എഡ്യൂക്കേഷണലിസം പോലെയുള്ള അജണ്ടകളിലും ഒരു ആധുനീകരണ അഭിവാഞ്യ ഈ മുസ്ലിം ലീഗറിസം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നേതൃപരം ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓഫ് പോപ്പുലേഷനിൽ നിന്ന് ഒരു നല്ല ശതമാനം വരുന്നതിൻ്റെ ഒരു ഗുണപരമായ സ്വഭാവമാണത്. പക്ഷേ ഈ അതാത് കാലത്തുണ്ടാകുന്ന ആധുനീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേണൈസേഷൻ, അല്ല, അതൊരു ഉപരിവിപ്ലവപരമായ കാര്യമാണ്. അതൊരു സമുദായത്തിനകത്ത് വളരെ റാഡിക്കലായും വളരെ സോളിഡായിട്ടും നിർദ്ദേശിക്കുന്ന ഒരു നവീകരണമോ റിഫോർമേഷനോ ആയി കാണേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്ച്വൽ ലെവൽ ആർഗ്യുമെൻ്റ് വളരെ വാലിഡാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആസ് എ ലാംഗ്വേജ് ഓഫ് റിയൽ പൊളിറ്റിക്സ്, ഇതും ഒരു മുസ്ലിം ലീഗർ ട്രയറ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു ജനറലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ്. ഇതിൻ്റെ ഒരു ചരിത്രമായ ഉത്ഭവം എന്ന് പറയുന്നത് ഫ്രം ദ കൊളോണിയൽ പ്രാക്ടീസ്. അത് അവിടെ ഉണ്ടായിരുന്ന മോഡറേറ്റ് എലൈറ്റ് ക്ലാസ് ഓഫ് ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്തതാണ്
കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇവിടെ അന്നാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ലെജിറ്റിമസി അംഗീകരിച്ചുകൊണ്ടുള്ള നിവേദന ഡെപ്യൂട്ടേഷൻ ശൈലിയിലുള്ള അഥവാ റിഫ്രെയിനിങ് ഫ്രം റിബല്യൻ, ഓൾ സോർട്ട് ഓഫ് വയലൻ്റ് അജിറ്റേഷൻ, ദാറ്റ് സോർട്ട് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് റിഫ്രെയിൻ ചെയ്യുന്ന ഒരു ഭാഷയും ഒരു ശൈലിയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിലും. ഇന്നാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടുള്ള പാർലമെൻ്ററി അല്ലെങ്കിൽ എക്സ്ട്രാ പാർലമെൻ്ററി ആണെങ്കിൽ തന്നെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ വാലിഡായിട്ടുള്ള ഒരു ലാംഗ്വേജായി പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് ട്രൈറ്റ് ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുക. ഇറ്റ്സ് എ കമ്പൽഷൻ ഓഫ് മുസ്ലിം ലീഗ്, കമ്പൽഷൻ ഓഫ് മുസ്ലിംസ് ആൻഡ് കമ്പൽഷൻ ഓഫ് മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം ലീഗിനെ കുറിച്ച് ഏറ്റവും റാഡിക്കലായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ദേശം പാർട്ടീഷൻ ചെയ്യപ്പെടുകയും ആ നാഷണലിസം അതിൻ്റെതായ വേരിൽ ഉയർന്നു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ ആ ദേശത്തെ ആ നാഷണലിസത്തെ ചോദ്യം ചെയ്യുകയും ആ ദേശത്തെ വിഭജിക്കുകയും ചെയ്തതിൻ്റെ പാപഭാരം പേറി നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ആ പേരും ആ പച്ചക്കൊടിയും നിലനിർത്തിക്കൊണ്ട് അത് ഏറ്റവും റാഡിക്കൽ സാധനം അതാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും റാഡിക്കൽ സാധനം അതാണ്. അതിനേക്കാൾ റാഡിക്കലായ ഒരു സാധനമില്ല. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള അപ്പം മുസ്ലിംകൾക്ക് പൊതുവെയുള്ള അത് അന്നുണ്ടായിരുന്ന ജമാഅത്ത് ആ സംഭവങ്ങളൊക്കെയും കോൺഗ്രസ് ദേശീയതയോടൊപ്പം ദേശീയത അത്ര റാഡിക്കലായി ചോദ്യം ചെയ്യാത്ത ഒരു മുസ്ലിം സമൂഹത്തിലെ മൊബിലൈസ്ഡ് ഗ്രൂപ്പാണ്. അതേസമയം ഇത്തരത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇന്ത്യയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്പൽഷനും അവരുടെ വേ ഓഫ് പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റും കൂടിയാണ്. ഇനി ഇതൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഫെയ്ത്ത് ഇമാജിനേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, ഫെയ്ത്ത് ഇമാജിനേഷൻ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊരു ലെജിറ്റ് വേ ആയിട്ട് അംഗീകരിക്കുന്നത് മുസ്ലിം ലീഗർ ശൈലിയാണെന്ന് പറയാം. അതുപോലെ സെൽഫ് ഓർഗനൈസേഷൻ, ഓട്ടോണമി ഓഫ് മുസ്ലിം പൊളിറ്റിക്സ് അത് വളരെ കൃത്യമാണ്. അതുപോലെ റിഫോർമേഷൻ ആൻഡ് മോഡേണൈസിങ് പ്രോജക്റ്റിൽ ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്റ്റെൻഡ് മാത്രമേ മുസ്ലിം ലീഗറിസത്തിന് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആസ് എ ലാംഗ്വേജ് ഓഫ് റിയൽ പൊളിറ്റിക്സ്. ഇത്തരം സങ്കല്പങ്ങൾ ഇത് മാത്രമേ ഒരു ജനറലൈസേഷൻ പരിശ്രമിച്ച് ഇത്ര മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. ബാക്കിയൊക്കെയും ഏതെങ്കിലും ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ചരിത്രപരമായ കാലങ്ങളിലെ പോളിസി ഒക്കെ പരിശോധിച്ചതിന് ശേഷം ഇതിൽ കൂടുതൽ, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും ബേസിക് ട്രൈഡ്സ് ആണ്. ഇതൊന്നും പ്രത്യേകമായി പറയേണ്ട ഒരു ആവശ്യം ഇല്ലാത്ത തരത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനി പ്രാക്ടീസ്, ഇപ്പം നിലവിൽ ഒരു പരിധി വരെ പ്രത്യേക സംസ്ഥാന സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു വെറ്റഡ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന വെറ്റഡ് പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ട് മുസ്ലിം ലീഗ് മാറിയിട്ട് മുസ്ലിം ലീഗ് ഇസ് എൻ അപ്രൂവ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി. അത് എല്ലാ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ഞാൻ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണ്. അതിൻ്റെ ഇപ്പം നിലവിലുള്ള സ്വഭാവത്തിൽ നിന്ന് അണുവിടെ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ദാറ്റ് അപ്രൂവൽ വിൽ വിതർ അവേ. സോ അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഇലക്ടറൽ അലയൻസിൽ ഭാഗമാകുക, അതിനോടൊപ്പം ഡെവലപ്മെൻ്റൽ ക്വസ്റ്റ്യൻസിൽ ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്യാൻ പരിശ്രമിക്കുക, അതുപോലെ ഇത്തരം എക്സ്പാൻഷൻസിൻ്റെ അജണ്ടകൾ വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റാത്തത്ര സാധിക്കാത്ത തലത്തിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിന് ദാറ്റ് റിക്വയർസ് എ ന്യൂ ഡൈനാമിക്സ്. ഇതിൽ ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്ത കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമായി രൂപീകരിക്കപ്പെടണമെങ്കിൽ മുസ്ലിം ലീഗ് ഷുഡ് സജസ്റ്റ് എ സോളിഡ് ആൻറ്റി കാസ്റ്റ് പോളിസി വിത്തിൻ മുസ്ലിംസ്. എന്നാൽ മാത്രമേ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങളോട് കൃത്യമായ, കാരണം ഇത് ഒരു മുസ്ലിം ലീഗ് റിഫോർമേഷൻ സജസ്റ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ ആൻറ്റി കാസ്റ്റ് അജണ്ട മുസ്ലിം ലീഗർക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന തരത്തിൽ ഇസ്ലാമിൻ്റെ വളരെ ആധാരപരമായ, എപ്പോഴും ഇസ്ലാമിനെ ഒരു വിക്കിപീഡിയ ലെവൽ നോളജിൽ ഇസ്ലാമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താലും വളരെ ആധാരപരമായിട്ടുള്ള യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന ആ ബേസിക് ട്രേഡ്സിൻ്റെ അഥവാ ഈ കോർപ്പറേറ്റ് മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ അവാന്തര സമുദായങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള വിശ്വാസശാസ്ത്രത്തിൻ്റെ പിന്തുണയുള്ള ഒരു സജഷനായിരിക്കും ആൻറ്റി കാസ്റ്റ് പോളിസി. പക്ഷേ
ഒരു ആൻറ്റി കാസ്റ്റ് പ്രൊജക്റ്റിൽ ആദ്യം മുസ്ലിം ലീഗർക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് മുസ്ലിംകൾക്കിടയിലുള്ള കമ്മ്യൂണിറ്റി, കൾച്ചറൽ, കാസ്റ്റ്, കമ്മ്യൂണിറ്റേറിയൻ ഡിഫറൻസിയേഷൻ, അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിറ്റിയായി സ്വയം വിഭാവനം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു പ്രാക്ടീസിന് മുസ്ലിം ലീഗ് തുടക്കം കുറിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവാന്തര വിഭാഗങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഏറ്റവും റാഡിക്കലായിട്ടുള്ള ആൻറ്റി കാസ്റ്റ് പ്രൊജക്റ്റിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഷെയ്ഖും നിങ്ങൾ പഠാനും ഒക്കെയാണ്, പക്ഷേ ഹൊറിസോണ്ടൽ കമ്മ്യൂണിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള അത്തരത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്ലാറ്റ്ഫോമിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സജഷൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ദാറ്റ് ഷുഡ് ബി സോർട്ട് ഓഫ് റാഡിക്കൽ പ്രാക്ടീസ്. അതുപോലെ മുസ്ലിം പൊളിറ്റിക്കൽ എക്സ്പെരിമെൻസിൻ്റെ ഒരു ഫെയ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു അർബൻ എലൈറ്റ് പ്രാക്ടീസ് ആയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ ജോഗ്രഫിക്ക് പുറത്തുള്ള ഇടങ്ങളിലുള്ള ഒരവസ്ഥ, മുസ്ലിം സ്വയം സംഘാടനത്തിൻ്റെ ഒരവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു നവീകരണം ആവശ്യമാണെങ്കിൽ ഇൻ പ്രാക്ടീസ്, ഇൻ മൊബിലൈസേഷൻ, മുസ്ലിം ലീഗ് ഷുഡ് ബി മോർ ഓഫ് എൻ അവാമി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സങ്കല്പം ബംഗ്ലാദേശിൻ്റെ രൂപീകരണമായിട്ടും അതുപോലെ സുഹ്രവർദിയൊക്കെ പിന്നീട് ചേർന്ന ആ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിട്ട് മാറിയത് ഈ പറഞ്ഞ അർബൻ എലൈറ്റ് വരേണ്യതയുടെ പ്രാക്ടീസ് മാത്രമായിട്ട് മുസ്ലിം ലീഗർ ചുരുങ്ങരുത് എന്ന് പറയുന്ന തരത്തിൽ മുസ്ലിം സ്വയം സംഘാടനത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ചുരുങ്ങിപ്പോകുന്നതിന് പകരമായിട്ട് ഇൻ പ്രാക്ടീസ്, ഇൻ മൊബിലൈസേഷൻ, ഇൻ റെട്ടറിക്, ഇറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് ബീങ് അവാമി. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ലിബറൽ പാരഡൈം അല്ലെങ്കിൽ ഡിസ്കോഴ്സുകളിൽ മുസ്ലിം സ്വയം സംഘാടനം ഇറ്റ്സ് ജസ്റ്റ് ബീങ് പ്ലേസ്ഡ്. ഏതെങ്കിലും തരത്തിൽ അവിടെ പരിഗണിക്കപ്പെടുക മാത്രം, അല്ലെങ്കിൽ അതും വളരെയധികം പ്രയത്നം സംഭവിച്ചാൽ പരിഗണിക്കപ്പെടുക മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ പാരഡൈമുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കൺസെപ്ച്വൽ ടേമിനെ, ഉദാഹരണത്തിന് സെക്യുലറിസം എന്ന കൺസെപ്ച്വൽ ടേമിനെ മുസ്ലിം ലീഗർ അല്ലെങ്കിൽ മുസ്ലിം പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ കൺസെപ്ച്വൽ ടേമിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്യുലറിസം എന്ന് നമ്മൾ പറയുന്ന എല്ലാ സംഭവങ്ങളിലും കമ്മ്യൂണൽ ഹാർമണി എന്ന് റീപ്ലേസ് ചെയ്യുന്നത് ആ ഒരു ഫലത്തിൽ, ഗുണപരമായ ഫലത്തിൽ അല്ലെങ്കിൽ പൊതു കവലയിൽ പ്രസംഗിക്കുന്നതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സെക്യുലറിസം എന്ന് പറയുന്ന സങ്കല്പം കമ്മ്യൂണൽ ഹാർമണി എന്ന് റീപ്ലേസ് ചെയ്യുന്നതിലൂടെ ഈ പ്രാക്ടീസിനും വളരെ സ്വതസിദ്ധമായ തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുതുതായിട്ട് തുറക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് ഇതിപ്പോൾ നമ്മൾ പണ്ട് മറ്റേ തേർഡ് ഇയർ പിന്നെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫൂക്കോ എന്ന് പറയുന്ന ആലിമിൻ്റെ പേര് എല്ലാവരുടെയും അതിൻ്റെ ഒരു സ്പെല്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അവസാനം അസൈൻമെൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫൂക്കോൻ്റെ പേര് അങ്ങനെയല്ല എഴുതേണ്ടത്. അപ്പം ഒരു 35 തവണയെങ്കിലും ഞാൻ ഫൂക്കോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വേർഡിൽ പോയിട്ട് അങ്ങനെ മാറ്റി എഴുതൂലേ ആ ഒരൊറ്റ റീപ്ലേസ്മെൻറ്റ്. അതുപോലെ നമ്മൾ സംസാരിച്ചു കൊടുക്കുന്ന നമ്മുടെ കവലപ്രസംഗം മുതൽ നമ്മുടെ എല്ലാ അർത്ഥത്തിലും ആ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് അഥവാ മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ കമ്മ്യൂണൽ ഹിന്ദുത്വ വേഴ്സ് ലെഫ്റ്റ് ലിബറൽ സെക്കുലറിസം, ആ ബൈനറിയെ നമ്മൾ നെഗേറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റേറിയൻ, കാരണം സമൂഹത്തിൻ്റെ സ്ട്രക്ചർ കമ്മ്യൂണിറ്റേറിയൻ അത് മാത്രമാണ് ഓൺലി എക്സിസ്റ്റിംഗ് ലെജിറ്റ് സോഷ്യൽ ഓർഡർ. അതിൽ എത്ര സൂപ്പർഫിഷ്യലായിട്ടുള്ള നെഗേഷൻസ് വന്നാലും യഥാർത്ഥത്തിൽ നടക്കുന്നത് കമ്മ്യൂണിറ്റേറിയൻ ആണ് എന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ടുള്ള റീപ്ലേസ്മെൻറ്റുകൾ, ടെർമിനോളജിക്കൽ റീപ്ലേസ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രാക്ടീസിന് ഒരു വിങ്ങിമുട്ടി അല്ലെങ്കിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ ഇതൊന്നും മുന്നോട്ട് പോകാനില്ല, മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വിക്കിമുട്ടിക്കുന്ന പാരഡൈമുകളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അതിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലിബറൽ ഡിസ്കോഴ്സ് ആയാലും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് പ്രാക്ടീസിൻ്റെ ഒരു പ്രധാന ഇനി പറയുന്നത് മുസ്ലിം ലീഗർക്ക് സാധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. നാഷണലിസം അല്ലെങ്കിൽ ഈ സെക്യുലർ
ടാഗിൽ ഒരു ഇടം തേടുക എന്ന് പറയുന്ന പ്രാക്ടീസ്, അഥവാ തുടർച്ചയായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ആരാ കൂടുതൽ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മദ്രസയിലാണ്. സ്കൂളിൽ ചിലപ്പോൾ പലപ്പോഴും മദ്രസ വളരെ, അതുപോലെ ആധാർ കാർഡിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇംപ്ലിമെൻറ്റേഷൻ വരെ UP ഏതെങ്കിലും മദ്രസകളിലായിരിക്കും. ഇപ്പോൾ എല്ലാ മദ്രസകളിലും ആധാർ കാർഡ് വെച്ചിട്ടാണ് അറബിക് കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പെയിൻഫുള്ളി വി ആർ അറ്റംപ്റ്റിംഗ് ടു ഫാൾ ഇൻ ടു ദി സിസ്റ്റം. എത്രയായാലും നാഷണലിസം, സെക്യുലറിസം എന്ന് പറയുന്ന അതിലേക്ക് വന്നു ചേരാനും എത്തിച്ചേരാനുമുള്ള സാധ്യത മുസ്ലിങ്ങൾക്കില്ലാത്ത തരത്തിലാണ് അതിൻ്റെ സ്ട്രക്ചറൽ, ആ ഒരു സങ്കല്പത്തിൻ്റെ സ്ട്രക്ചറൽ സാധനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കാരണം അത് വളരെ സബ്സർവിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മുസ്ലിമിനെ ഡിമാൻഡ് ചെയ്യുന്ന സങ്കല്പങ്ങളാണ് എന്ന തിരിച്ചറിവ് അത് പ്രീച്ചിങ്ങിലും അല്ലെങ്കിൽ റെട്ടറിക്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലീഡർഷിപ്പിൻ്റെ മനസ്സിലെങ്കിലും ഉണ്ടായാൽ അത് പ്രാക്ടീസിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു മാറ്റമായിരിക്കും. അതുപോലെ ബഹുജൻ റെട്ടറിക്കിലേക്കോ അല്ലെങ്കിൽ സർവജൻ റെട്ടറിക്കിലേക്കോ, ബഹുജൻ എന്ന് പറയുന്ന ഐഡിയ കാൻസിറാം സജസ്റ്റ് ചെയ്തത്, ഇപ്പോൾ അത് മായാവതിയെല്ലാം കൂടി കൊണ്ടുപോയിട്ട് സർവജൻ എന്ന് പറയുന്ന സങ്കല്പം, ബഹുജൻ എന്ന് പറയുന്നത് 85% against 15% എന്നുള്ള, അഥവാ കാസ്റ്റ് ഹിന്ദു, സവർണ ഹിന്ദുക്കളിൽ നിന്ന് അധികാരം ഭൂരിപക്ഷ OBC മുസ്ലിം മൈനോറിറ്റി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറുക എന്ന് പറയുന്ന വളരെ പൊളിറ്റിക്കലി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സങ്കല്പമാണ് ബഹുജൻ. ആ ബഹുജൻ ആശയത്തിൽ മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ആ ബഹുജൻ സങ്കല്പങ്ങൾ പാടെ ഉൾക്കൊള്ളാനുള്ള ശേഷി, ഇപ്പോൾ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ സമയത്ത് MSF ഒരു ബഹുജൻ പാർട്ടിയായിട്ട് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ബഹുജൻ എന്ന് പറയുന്ന അവർ സജസ്റ്റ് ചെയ്യുന്ന റെട്ടറിക്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന ഡെഫിനിഷനിൽ മുസ്ലിങ്ങളെ മുഴുവനായിട്ടും ഒരു മോണോലിത്തിക് കാറ്റഗറി ആയിട്ട് മുസ്ലിങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രാക്ടീസ് ആൻഡ് സ്പിരിറ്റിൽ ബഹുജൻ എന്ന് പറയുമ്പോൾ അതിൽ വരേണ്യരും ആയിട്ടുള്ള മുസ്ലിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസിൻ്റെ വാക്താക്കളായ നമ്മൾക്ക് ബഹുജനാവാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ആശങ്കയും കൂടെയുണ്ട്. പക്ഷേ ബഹുജൻ എന്ന് പറയുന്ന ഇപ്പോൾ വളരെ റിയൽ പൊളിറ്റിക്കൽ സെൻസിൽ നമ്മൾ അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് അഥവാ ഹിന്ദുത്വത്തിൻ്റെ ചട്ടുകമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടത്തുള്ള ബ്രാഹ്മണ അധികാരത്തിൻ്റെ ചട്ടുകമായിട്ട് നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് BSP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബഹുജൻ ലാംഗ്വേജിനോട് നമുക്ക് വളരെ എളുപ്പം അസിമുലേറ്റ് ചെയ്യാൻ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രാഹ്മണിസം അതിൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് ഹിന്ദുത്വ. അപ്പോൾ 100-200 കൊല്ലത്തോളം ആ ഒരു കൾച്ചറൽ നാഷണലിസത്തിൻ്റെ പീരീഡ് മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രധാന ത്രട്ടണിങ് ആയിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട അലീനേറ്റിംഗ് ഫോഴ്സ് ആയിട്ടുള്ളത് ഹിന്ദുത്വമാണ്. അതുകൊണ്ട് തന്നെ ബഹുജൻ മാർജിനലൈസ്ഡ് ആയാലും മുസ്ലിങ്ങൾ ആസ് എ സിംഗിൾ ഹോൾ, സർവജൻ മുസ്ലിങ്ങൾ ആസ് എ ഹോൾ ബ്ലോക്ക് ആയാലും ഒരു പ്രായോഗിക തലത്തിലുള്ള വിലങ്ങുതടിയായിട്ടും ഭീഷണിയായിട്ടും നടക്കുന്നത് ഹിന്ദുത്വവും ബ്രാഹ്മണിസവും ആണ് എന്ന തരത്തിലുള്ള സോർട്ട് ഓഫ് സ്ലിപ്പ് നമുക്ക് ഒരു പക്ഷേ നമ്മൾ പൊതു നിലവാരത്തിലുള്ള റെട്ടറിക് നിലവാരത്തിലുള്ള നമ്മുടെ നിലപാടുകളിലേക്ക് ചേർക്കാവുന്നതാണ്. അതും ആസ് എ പ്രാക്ടീസ് ഇന്നോവേഷൻ, പ്രാക്ടിക്കൽ ഇന്നോവേഷൻ ഗുണപരമായിട്ട് മാറും. ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രസൻറ്റേഷൻ എന്ന് സൂചിപ്പിച്ചതിൽ നിന്നപ്പുറം സംസാരമായി ചുരുങ്ങിയെന്നത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ അവസാനിപ്പിക്കണം.